അപ്പം എങ്ങനെയാ? എപ്പോഴും നമുക്ക് ലഞ്ച് തന്നെ പ്രിപ്പയർ ചെയ്താൽ മതിയോ? ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? ദോശയും വടയും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വാഴയില വേണം ട്ടോ. ഇത്തിരി ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് തോന്നി. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്ത് നല്ലപോലെ ഉരുട്ടി, വെള്ളം പുരട്ടി, നല്ല ഒരു വാഴയിലയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിൽ വെച്ച ശേഷം അതിന് നടുക്കൊരു വര വരച്ചു കൊടുക്കണം ട്ടോ. പിന്നെ കുറച്ചൊരു ഡീറ്റെയിലിംഗ് കൂടി ചെയ്ത് കൊടുത്താൽ ഏകദേശം വാഴയിലയുടെ ലുക്കൊക്കെ കിട്ടും. അപ്പൊ ദാ വാഴയില നമ്മൾ തയ്യാറാക്കി എടുത്തുകൊണ്ടിരിക്കുക ക്ലേ വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് വാഴയില ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ അപാകത ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ദാ 2 പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? സാമ്പാറും ചട്നിയും വെക്കാനായിട്ട്. പിന്നെ ദേ ദോശ ഇതുപോലെ അങ്ങോട്ട് മടക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശയും കൂടി ആയ ശേഷം 2 ഉഴുന്ന് വടയും കൂടി തയ്യാറാക്കി വെച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഉണങ്ങിയ ശേഷം പെയിന്റ് അടിക്കാനായിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട്. പച്ച കളറാണ് വാഴയിലയ്ക്ക് കൊടുക്കണത്. നല്ല ലൈറ്റ് പച്ച. പിന്നെ ഇത്തിരി ബോൾഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് മഞ്ഞയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മുടെ വാഴയില ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വാഴയിലയുടെ സൈഡ് പതുക്കെ പൊട്ടി പോവുകയും ചെയ്തു ട്ടോ. ഇനി നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള 2 ഉഴുന്ന് വട തയ്യാറാക്കണം. അതിന് ആദ്യം മഞ്ഞടിച്ച് കൊടുത്തു ബേസ് കോട്ടായിട്ട്. പിന്നെ അതിൽ ബ്രൗൺ കളറ് ഷെയ്ഡ് കൊടുത്തു. ഇടയ്ക്കൊന്ന് മൊരിഞ്ഞൊക്കെ ഇരിക്കണമല്ലോ വട. അപ്പോഴല്ലേ ടേസ്റ്റ്. പിന്നെ കുറച്ച് ഓറഞ്ചും കൂടി തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും. പിന്നെ നമ്മുടെ ദോശ വെള്ളയും, മഞ്ഞയും, ഓറഞ്ചും ഒക്കെപ്പാടെ മിക്സ് അടിച്ചിട്ട് നല്ല മൊരിഞ്ഞിട്ടില്ല, നല്ല നെയ്യ് പുരട്ടിയിട്ടില്ല ഗീ റോസ്റ്റ് പോലത്തെ ദോശയാക്കി എടുത്തു ട്ടോ. സൈഡൊക്കെ മൊരിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഓറഞ്ച് കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. ഓറഞ്ചും ബ്രൗണും മാറ്റി മാറ്റി ടച്ച് ചെയ്ത് നല്ല സെറ്റപ്പ് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും ട്ടോ പെയിന്റ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്. ഓൾറെഡി കളേർഡ് ആയിട്ടുള്ള ക്ലേ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പാന്ന് തോന്നുന്നു ട്ടോ. ഞാനിവിടെ ഈ കളർ ക്ലേ വെച്ച് പ്രിപ്പയർ ചെയ്ത് പിന്നെ അത് ഉണക്കി പിന്നെ അത് കളർ അടിക്കണോണ്ടാന്ന് തോന്നുന്നു കുറച്ചൊരു പെർഫെക്ഷൻ കുറവ്. ദാ നല്ല സാമ്പാറും തയ്യാറാക്കിയിട്ടുണ്ട് ട്ടോ. സാമ്പാറും ദോശയും വടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഓടിപ്പോരെ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ.